എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഈ കിഴി എപ്പിസോഡാണ്. നല്ല മഴയുണ്ട്. അപ്പോൾ റിയാക്ഷന് വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ റിയാക്ഷൻ പിന്നീടാക്കാം. മഴ കുറഞ്ഞ മഴയാണെങ്കിൽ പിന്നെ കിഴിയൊക്കെ അതിൽ അങ്ങ് പോയിക്കോളും. മഴയും കിഴിയും ചായയും ആണെന്നാണ് കുറെ പേര് പറയുന്നത്. നമുക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ മഴ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിഴിയിൽ പിടിക്കാം. ഓക്കെ, കിഴി നിറയെ എന്റർടൈൻമെന്റ് പോന്നോട്ടെ. കത്തിക്കാം. പറയൂ, അജണ്ട എന്താണ്? ഏതാ? അല്ല, ഇന്നലെ എന്തായിരുന്നു? തമിഴ്, മലയാളം. അപ്പം സ്വാഭാവികം തമിഴ്. ഓക്കെ, ഇന്നലെ അതറിയുന്നില്ല. ഇന്നലെ അന്നു മലയാളം പിടിക്കാം. ഓക്കെ. ഞാൻ ഹെഡ് ടൈല്. ഓക്കെ, ഫസ്റ്റ് വൺ. എന്തൊരു ശബ്ദമൊക്കെ വരുന്നു അവിടുന്ന്. തെറ്റിദ്ധരിച്ചു. ഓക്കെ, ഫസ്റ്റ് വൺ കുബേര. സമാധാനമുണ്ട്. തമിഴിലും പിടിക്കായിരുന്നു, വേണമെങ്കിൽ തെലുങ്കിലും പിടിക്കായിരുന്നു. രണ്ടിലും പിടിച്ചാൽ കിട്ടുമായിരുന്നു. പക്ഷെ കിട്ടിയില്ല. കുബേര സിനിമ 20-ാം തീയതി റിലീസിനെത്തി കേട്ടോ. ധനുഷ് പറഞ്ഞു കേട്ടോ, ഞാൻ സിനിമ കണ്ടു, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഔട്ട് ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് കാണാമെന്ന്. അതായത് എന്നെ വിശ്വസിച്ച് എന്നെ നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാന്ന് പറഞ്ഞു. ഓക്കെ, ചിലത് അങ്ങനെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. പലരും നമ്മളെ ചതിച്ചിട്ടേ ഉള്ളൂ കോൺഫിഡൻസിന്റെ പേരും പറഞ്ഞിട്ട്, അല്ലേ? അതെ, തീർച്ചയായും. അടുത്തത് പുരി ജഗന്നാഥ് വിജയ് സേതുപതി മൂവി. സിനിമയില് സംയുക്ത ഓൺ ബോർഡ് ആയിട്ടുണ്ടല്ലോ. പോന്നോട്ടറ കുട്ട. അടുത്തത് തമിഴ് പോരട്ടെ. കാരാട്ടെ ചാന്ദ്ര. 1-0. ഫഹദ് ഫാസിൽ നായകനാവുന്ന സിനിമയാണ്. റോയിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഭാവന സ്റ്റുഡിയോ. സിനിമയുടെ ഷൂട്ട് ഈ വർഷം അവസാനം ഉണ്ടാവും എന്നുള്ളത് ദിലീഷ് പോത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്ടോബറിലാട്ടോ തുടങ്ങുന്നത് ഷൂട്ട്. വെറും 60 ദിവസമോ 70 ദിവസമായിട്ടേ ഉള്ളൂ ചാർട്ട്. കോട്ടയമാണ് പ്രധാന ലൊക്കേഷൻ. നമുക്ക് വീണ്ടും ഒരു മഹേഷിന്റെ പ്രതികാരം പോലത്തെ ഒരു സിനിമ കാണാൻ പറ്റുമെന്ന് കരുതാം. അടുത്തത് വട ചെന്നൈ 2. ഇതൊരു കഥ പറയാണ്ട് ഇതിന്റെ. നീ പറയണേ, നീളത്തിൽ പറയണ്ടല്ലേ? ഞാൻ മറന്നുപോയി. നീളത്തിൽ തുടങ്ങാം. അതായത് വടച്ചെന്നൈ 2 നമ്മുടെ വെട്രിമാരൻ സംവിധാനം ചെയ്യാനുള്ള സിനിമയാണ്. നായകനായി വരുന്നത് ധനുഷാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടായിരുന്നു. കാരണം വടച്ചെന്നൈയിൽ ആദ്യം അഭിനയിച്ചിരിക്കുന്നത് ധനുഷാണ്. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം വരുമ്പോൾ ധനുഷ് തന്നെ ആയിരിക്കുമല്ലോ നായകൻ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ അത് തെറ്റാണ്. അങ്ങനെയല്ല. അതായത് STR 49. അപ്പോൾ STR 49 വെട്രിമാരൻ ചെയ്യുന്ന STR മൂവിയാണ്. ആ സിനിമ നമ്മുടെ വടച്ചെന്നൈയുമായിട്ട് ഒരു കണക്ഷൻ കൊണ്ടുവരും. എന്നിട്ട് ഈ ക്യാരക്ടർ അതിലേക്ക് വരും, വടച്ചെന്നൈ 2ലേക്ക്. വടച്ചെന്നൈ 2 നായകനായി വരുന്നത് അപ്പോൾ STR. അപ്പോൾ വടച്ചെന്നൈ യൂണിവേഴ്സ്. ഒരു വട യൂണിവേഴ്സ്. എന്തൊക്കെ പരിപാടികളാണ് വെട്രിമാരൻ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് STR 49. ഇതിന് വേറൊരു കാര്യമാണ്. അതായത് STR 49 ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തത് STR വെച്ച് നമ്മുടെ രാംകുമാർ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയായിരുന്നു. എന്നാൽ ആ സിനിമ ഡ്രോപ്പ് ആയിട്ടില്ല. ആ 49 എടുത്തുകൊണ്ട് നമ്മുടെ വെട്രിമാരന് കൊടുത്തുന്നുള്ളൂ. ആ 49 ഇനി പിന്നെ സംഭവിക്കും വേറെ ഏതെങ്കിലും നമ്പറിൽ. 49 അവിടെ തന്നെ ഉണ്ട്. അതെ. അതായത് ഈ സിനിമ ഹോൾഡ് ചെയ്തിട്ടുള്ളൂ, ഡ്രോപ്പ് ആയിട്ടില്ല. നീണ്ട കഥയിലെ അത് ഞാൻ പറഞ്ഞ ചെറുപ്പേ വേറെ കഥയൊക്കെ മാറും. അടുത്തത് സർദാർ സൺ ഓഫ് സർദാർ 2. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റില്ല് മൃണാൾ താക്കൂർ. ആളൊരു സ്റ്റില്ല് പങ്കുവച്ചിട്ടുണ്ട്. ക്ലാബ് ബോർഡ് ആള് അസിസ്റ്റന്റ് ഡയറക്ടറും കാര്യങ്ങളും പിടിച്ചിട്ടുണ്ട്. അജയ് ദേവ്ഗനാട്ടോ നായകനായി വരുന്നത്. അടുത്തത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. 2 കേട്ടോ. വ്യസന സമേതം ബന്ധുമിത്രാദികൾ സിനിമ കേരളത്തിൽ റിലീസായിട്ടുണ്ടായിരുന്നു 13-ാം തീയതി, ജൂൺ 13-ന്. ഇനി ഇന്ത്യയിൽ മൊത്തം റിലീസിന് ഒരുങ്ങാണ് ജൂൺ 20-ാം തീയതി. അപ്പോൾ അതിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. യു സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ സെൻസർ നൽകിയിരിക്കുന്നത് യു. അടുത്തത് കൊണ്ടുപോവാ. 2-1 പൊളി സിനിമ. ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ്. രോഹിത് VS.
ഡയറക്ട് ചെയ്യുന്ന സിനിമ. രോഹിത് വീസ് തന്നെയല്ലേ? എന്താണെങ്കിലും നെസ്ലൻ സിനിമയിൽ ഇന്നോ നാളെയോ ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, അങ്ങനെ എല്ലാ പരദൂഷണങ്ങൾക്കും എന്താ പറയാ മറുപടി ഇട്ടുകൊണ്ട് മറുപടി കൊടുത്തുകൊണ്ട് നെസ്ലൻ ജോയിൻ ചെയ്യാൻ പോവാണ്. കൂടെ ഒരു ലൊക്കേഷൻ സ്റ്റില്ലും വന്നിട്ടുണ്ട്. ഇത് നെസ്ലന്റെ അല്ല. ഓക്കെ, അടുത്തത് പടക്കളം. ഇത് കളിക്കളം. പടക്കളം 2 സംഭവിക്കുമോ എന്നുള്ള ഒരു ചോദ്യം. സംഭവിക്കില്ല എന്നുള്ളത് ആ സിനിമയുടെ ലാസ്റ്റിൽ തന്നെ ഉണ്ട്. അധികം നോക്കിയിരിക്കേണ്ട, സാബുവിന്റെ സൗണ്ടിൽ രണ്ടാം ഭാഗമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ചതിയായി പോയിട്ടോ. രണ്ടാം ഭാഗം, മൂന്നാം ഭാഗം, നാലാം ഭാഗം, അങ്ങനെ എത്ര ഭാഗങ്ങൾക്കും അത് ചിന്തിക്കാവുന്ന ഇതൊന്നും എന്റെ തീരുമാനങ്ങളല്ലാറല്ലേ. നീ എന്തിനാണ് തിരിഞ്ഞു കൊടുത്തത്? ഇതൊന്നും എന്റെ തീരുമാനങ്ങളല്ലാതെ. എന്തായാലും പടക്കളം 2 സംഭവിക്കില്ല എന്ന് വിജയ് ബാബു പറഞ്ഞിട്ടുണ്ട്. അതായത് ആള് കമന്റിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, പ്രൊഡ്യൂസർ ഇതിന്റെ, അതായത് ഫ്രൈഡേ ഫിലിംസിന്റെ പ്രൊഡ്യൂസർ, ആള് മുതലാളി. അതെ. അപ്പോൾ ആള് പറഞ്ഞിരിക്കുന്നത് പടക്കളം 2 ഉണ്ടാവില്ല, അത് ഓക്കെ. പക്ഷെ അതിലെ കഥാപാത്രങ്ങൾ ഇവരുടെ ഫ്രൈഡേ ഫിലിംസിന്റെ യൂണിവേഴ്സിൽ മറ്റ് സിനിമകളിൽ വരും. സംഭവിക്കാം. ആട് 3ലേക്ക് വരുമെന്ന് അറിഞ്ഞൂടാ, കാരണം അത് ആൾറെഡി അതിന് മുമ്പ് സ്ക്രിപ്റ്റ് ഒരുക്കി വെച്ചതാണല്ലോ. പക്ഷെ അതിനുശേഷമുള്ള യൂണിവേഴ്സ് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. പല കഥാപാത്രങ്ങളും ഒരുമിച്ച് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് ഭയങ്കരമായിട്ട് എളുപ്പമുള്ള കാര്യമായിട്ടോ. അതായത് ആടിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ സിനിമ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ഈ പടക്കളം കണ്ടന്റ് ഒക്കെ കൊണ്ടുവന്നാലേ, ആ ബോക്സ് കൊടുത്തിട്ട് ഒരാൾ കയറി വന്നാലൊക്കെ എന്തൊരു രസമായിരിക്കും. ഡ്യൂഡൊക്കെ കേട്ടേ, ഡ്യൂഡ് വെച്ച് മാറി, രഞ്ജിത്തും ഡ്യൂഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എങ്ങനെ ഉണ്ടാവും? ഡ്യൂഡും അറക്കലവും മാറിയാല് വിട്ടുന്നില്ലല്ലേ നീ. 3-2 സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ ഡയറക്ടർ നഹാസ് ഹിദായത്ത് പങ്കുവച്ചിട്ടുണ്ട്. ഓക്കെ, ഷൂട്ട് ഭയങ്കര സംഭവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷം. ക്രിക്കറ്റ് തന്നെയാണ്, ബോളൊക്കെ കാണാം. അതെ, എന്തായാലും ദുൽഖറിന്റെ ഒരു ലേറ്റസ്റ്റ് ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ആള് തന്നെ പങ്കുവെച്ചേ. അതിൽ ലുക്കൊക്കെ അടിപൊളി ലുക്കാണ്. ആ ലുക്കിലായിരിക്കും അപ്പോൾ വരവ്. വർക്കൗട്ടും പരിപാടികളൊക്കെയാണ്. തകർക്കട്ടെ, കത്തിക്കാനുള്ളതാണ്. ഓക്കെ, അടുത്ത കിഴി. 3-2. ദൈവമേ, ഒരെണ്ണം കൂടി പിടിച്ചിട്ട് വേണം ഒപ്പത്തിനൊപ്പത്താൻ. പ്രകമ്പനം. ഇത് പ്രകമ്പനം. എന്റെ കളിയില് പ്രകമ്പനം കൊണ്ടു കിഴി എപ്പിസോഡ്. 4-2. മഴ കൂടി, പ്രളയം, ഭൂമിയാണ് പ്രകമ്പനം കൊണ്ടു. ഭൂമി പേടിച്ചു, കനയാണ്. ഓക്കെ, പ്രകമ്പനം സിനിമ പൂജ കഴിഞ്ഞിട്ടുണ്ട്, ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അതായത് പ്രകമ്പനം, സാഗർ സൂര്യ, അമീൻ, ഗണപതി ഇവരൊക്കെ പ്രധാന വേഷമാണ്. മല്ലിക സുകുമാരനുണ്ട് കേട്ടോ. പിന്നെന്തായിരുന്നു പ്രത്യേകത? ഒന്നുമില്ല, വിജേഷ് പനത്തൂറാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. യെസ്. അപ്പോൾ അറിയാലോ, ഹോസ്റ്റലിലുള്ള ഒരു സംഭവമാണ്. സെറ്റപ്പ് ഒക്കെ ആണ്. കാത്തിരിക്കാം, അതും ഒരു 1.5 ആയിട്ട് ആവട്ടെ. അതെ, കുറച്ച് സൗണ്ടിൽ പറഞ്ഞോട്ടോ. ഓക്കെ കൂട്ടാ, അടുത്ത് കുറച്ച് മോളൊക്കെ ഉണ്ടത്. അടുത്തത് ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. SK24. തമിഴ്. ലാലേട്ടൻ സിനിമയില് ലാലേട്ടനും ശിവകാർത്തികേയനും ഒരുമിക്കുന്നു. സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ പോവാണ് August 16. ഓക്കെ, വിനായക് ചന്ദ്രശേഖർ ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഓക്കെ, അടിപൊളി. SK24 തകർക്കട്ടെ. അവിടെ കയറ്റി വെച്ചോളാം. എനിക്ക് ജയിക്കുമ്പോ ആവേശത്തോടെ സംസാരിക്കാനുള്ളതാ. 2 കിഴികൂടെ എടുത്തിട്ട് വേണം, വലിയൊരു ബാധ്യതയല്ലോ. 2 കിഴികൂടെ എടുത്തിട്ട് വേണം തകർക്കാൻ. പോന്നോട്ടെ. ആ തകർക്കൽ ഇവിടെ വെട്ടിയിട്ടാ ശരിയാവൂലേ? അയൻ, സൂര്യനായകനാവുന്ന സിനിമ, നായകനായ സിനിമ. തമന്നക്കുട്ടി നായികയായ സിനിമ. തമ്മു, മൈ തമ്മു. ഓക്കെ, ഇത് തെലുങ്കില് ഡബ് ചെയ്തിട്ട് ഇത് റീ റിലീസിന് എത്തുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആളുടെ ബർത്ത്ഡേക്ക്. അപ്പോൾ അതിന്റെ ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടുണ്ട് 19 ജൂലൈ 19. ഓക്കെ, ഇനിയിപ്പോ എനിക്കിതൊരു ബാധ്യത ആവില്ല, കാരണം എന്റെ പണിയൊക്കെ കഴിഞ്ഞു. 4-2 ലാസ്റ്റ്.
രാജാ സാബ്. തമിഴ് പിടിച്ചാൽ മതിയായിരുന്നു. സിനിമയില് രാജാസാബ് തമിഴല്ല, അല്ല തമിഴ് പിടിച്ചാൽ മതിയായിരുന്നു. രാജാന്ന് കേട്ടപ്പോ തമിഴാന്ന് കരുതില്ലേ? സാബ് രാജാ അത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. രാജാ കണ്ടന്റ് കളയല്ലേ, ഞാനിത് നല്ല കണ്ടന്റ് ആയിരുന്നു. രാജാ എവിടെ കേട്ടിട്ടുണ്ട്. പ്രഭാസ് ഡബിൾ റോളിലായിരിക്കും എന്നുള്ള റൂമറുകൾ ഭയങ്കരമായിരുന്നു. നമ്മളും പല സമയത്തും പറഞ്ഞിട്ടുണ്ട് ഡബിൾ റോളിന്റെ കാര്യം. പ്രഭാസ് ഡബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ആരാണെങ്കിലും തെറ്റിദ്ധരിച്ചു പോകും. തെറ്റിദ്ധരിക്കുന്നത് മാത്രമല്ല, അത് ആള് വേറെ വേഷമായിട്ടാണ് വരുന്നത്. അതാണ് ആ ആള് തന്നെയല്ലല്ലോ ഇത്. ആണോ? ആള് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആളെ ആ രീതിയിൽ ആക്കുന്നതാണോ? ആയിരിക്കും. അവിടെ പിടിച്ച് കെട്ടുവോ? ആ കൊട്ടാരത്തിൽ കയറി കഴിയുമ്പോ സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഓ റിയലി? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഒരാൾ തന്നെ. അപ്പൊ കൊറേ രാജകുമാരിമാരെ നിനക്ക് കാണാലോ. എന്റെ നിധി അഗർവാൾ ഉണ്ട്. അത് മാത്രമാണ് ഞാൻ ഭയങ്കര ലോയലാണ്. എന്താണ് അത് ഈ എപ്പിസോഡ് കാണുന്നവർക്ക് എന്തായാലും അറിയാലേ. എനിക്ക് ഒരേ ഒരു രാജകുമാരി ഉള്ളൂ. അല്ല, നിധി അഗർവാൾ. കുറച്ച് മുന്നേ അത് അയൻ യൂണിവേഴ്സ്, ഇത് രാജാസാബ് യൂണിവേഴ്സ്. അതില് നിധി അഗർവാൾ. എത്ര യൂണിവേഴ്സ് ഒരുപാട്. ഒരു വലിയ ബെഞ്ചുണ്ട്, ഇങ്ങനെ ഇരിക്കുക കുറെ ആൾക്കാർ. അല്ല, രാജാസാബിൽ അപ്പുറത്ത് മാളവിക മോഹനൻ നിന്നിട്ട് അങ്ങോട്ട് നോക്കാതെ നിധി അഗർവാളിനെ നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലോയാലിറ്റി അല്ലേ? തീർച്ചയായിട്ടും മാളവിക മോഹൻ അടിപൊളിയായിരുന്നു. അല്ലേ, മാളവിക മോഹൻ അടിപൊളിയായിരുന്നു. കേട്ടായിരുന്നു. അത് അതിൽ എന്തൊക്കെയോ ഒരു ചില ദ്വയാർത്ഥ ഇതുള്ളത് കൊണ്ടേ, അതുകൊണ്ട് ഞാൻ അത് ഈ ഒരു ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ പറയാൻ പാടുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുള്ളത് കൊണ്ട് ഞാനത് വിട്ടുന്നുള്ളൂ. അതും ആരാണ് ഈ പറയുന്നത് നോക്കണം. എന്താണ് രാജാസാബിന്റെ കാര്യം ഞാൻ പറഞ്ഞു തീർക്കട്ടാവേ? തീർന്നില്ലേ? ഇല്ലേ, ഇത് ആര് പറഞ്ഞു എന്നൊക്കെ പറയണ്ടേ? സംവിധായകനല്ലേ, മാധുരി. എന്താണെങ്കിലും ഡബിൾ റോൾ അല്ലാന്ന് ആള് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാധുരി അല്ലട്ടോ, മാരുതി. ഓക്കെ മാരുതിയല്ലടാ, ബെൻസ്. സന്തോഷമായില്ലേ? കഴിഞ്ഞു, നിർത്ത്. ഭയങ്കരമായിട്ട് കൂടുന്നു, മഴ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. തെണ്ടി തൂക്കി. അപ്പം മറ്റൊരു വിശേഷമായിട്ട് നാളെ വരാം. ബൈ. മഴക്കൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ജയിച്ചതേ